പല തരത്തിലുള്ള തോരനുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളിൽ പലരും ഇത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ട്രൈ ചെയ്യുന്നത് കേട്ടോ. അല്ല എങ്കിൽ ഇത് ചിലപ്പോൾ മുട്ടയുടെ കൂടെയൊക്കെ ചിക്കി പൊരിച്ചും ഒക്കെ കഴിച്ചിരിക്കാം. അങ്ങനത്തെ ഒരു തോരനാണ് ഇന്ന്. മുരിങ്ങക്കായും എലിയും ഒക്കെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കാറില്ലേ? എന്നാൽ മുരിങ്ങപ്പൂ കൊണ്ട് നിങ്ങളൊരു തോരൻ കഴിച്ചിട്ടുണ്ടോ? നല്ല സൂപ്പർ ടേസ്റ്റാണ്. കൂടാതെ ഒരുപാട് ഗുണഫലങ്ങളുള്ളതാണ് മുരിങ്ങപ്പൂ. അപ്പം മുരിങ്ങപ്പൂ കൊണ്ടുള്ള ഒരു അടിപൊളി തോരനാണ് ഇന്നത്തെ റെസിപ്പി. കൂടാതെ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ നമുക്ക് മുരിങ്ങപ്പൂവിനെ കുറിച്ച് സംസാരിക്കാം. ഇതാണ് മുരിങ്ങപ്പൂ കേട്ടോ. ഈ മുരിങ്ങപ്പൂവിനെ നന്നായി കഴുകി വൃത്തിയാക്കി വേണം മുറിച്ചെടുക്കാൻ. കഴുകുമ്പോൾ ശ്രദ്ധിക്കുക, അതിൽ പുഴുവൊന്നും ഇല്ലല്ലോ നോക്കണം, മാറാലൊന്നും ഇല്ലല്ലോ എന്ന് നോക്കി നന്നായി കഴുകിയെടുത്ത് കട്ട് ചെയ്തതാണ് ഇത്. ഇനി നമുക്ക് തോരനുണ്ടാക്കാനായിട്ട് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് കുറച്ച് പരന്നതാണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായി പൊട്ടട്ടെ. ഇങ്ങനെ വെളിച്ചെണ്ണ കൂട്ടി കഴിക്കുന്നത് ദഹന പ്രക്രിയ നന്നാക്കാൻ സഹായിക്കും കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2 ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുത്ത് 4 കറിവേപ്പിൻ്റെ ഇലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടാക്കുക. അപ്പോൾ താഴ്ത്തി വെച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങയുടെ പൂവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി മുരിങ്ങപ്പൂ ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഉപയോഗിക്കുന്ന നല്ലത്, ഇല്ലെങ്കിൽ കൊഴിഞ്ഞു പോവും. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്കൊന്ന് ഇളക്കി അടച്ച് വയ്ക്കാം. ഇതൊന്ന് കുക്കാവട്ടെ. മുരിങ്ങപ്പൂ പെട്ടെന്ന് തന്നെ കുക്കാവട്ടോ. ഇത് കഴുകുമ്പോഴൊക്കെ നന്നായി ശ്രദ്ധിക്കണം. നല്ല ഫ്രഷായ മുരിങ്ങപ്പൂ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എങ്ങാനും കുറച്ച് വാടിപ്പോയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇതിൽ പുഴുവൊന്നും ഇല്ലല്ലോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിപ്പോൾ ഇളക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ അത് കുക്കാവും. ഇനി അതിലേക്ക് കുറച്ചൊരു 4-5 ചുവന്നുള്ളിയും കുറച്ച് തേങ്ങ കേട്ടോ, ഒരു പിടി തേങ്ങ ഇടുന്നുള്ളൂ. അതായത് ഇത് ക്രഷ് ആവാനുള്ള തേങ്ങയും ഒരു 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ക്രഷ് ചെയ്തെടുക്കുക. അരക്കിയല്ല, ക്രഷ് ചെയ്താണ് എടുക്കേണ്ടത്. ക്രഷ് ചെയ്തിട്ട് വരാം നമുക്ക്. ഇപ്പോൾ ഇതാ ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ തേങ്ങയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ ക്രഷ് ചെയ്ത് വന്നു. അപ്പോഴേക്കും ഇതാ 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മുരിങ്ങപ്പൂ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മുരിങ്ങപ്പൂ കഴുകിയതിന് ശേഷം കുറച്ച് നേരം ഡ്രെയിനറിൽ വെറുതെ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളമില്ലാതെ വിട്ട് കിടക്കുകയും ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടിനെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആ ഉള്ളിയുടെ പച്ചമണം ഇഷ്ടമല്ല എങ്കിൽ വേണമെങ്കിൽ ഒന്ന് വറുത്തിട്ടതിന് വഴറ്റിയിട്ട് ഇടുകയും ചെയ്യാം. ഇത് ഇങ്ങനെ ഇടുമ്പോഴാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത്. ഇനി അതിനെ ഒന്ന് മിക്സ് ചെയ്യാം. മുരിങ്ങപ്പൂ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? നിറയെ അയൺ കണ്ടൻ്റ് ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കൂട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. കൊളസ്ട്രോൾ കുറയ്ക്കാനും വന്ധ്യതയ്ക്കുള്ള പരിഹാരമായും എല്ലാം മുരിങ്ങയുടെ പൂവിനെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്ത്യൻ വയാഗ്ര എന്നാണ് മുരിങ്ങയെക്കുറിച്ച് പറയുന്നത്. അതറിയാമോ? അപ്പോൾ ഇതാ നമ്മൾ മിക്സ് ചെയ്ത് വന്നിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം നമുക്ക്. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുരിങ്ങപ്പൂ തോരൻ റെഡി. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളും ഇതുമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പം മുരിങ്ങയുടെ ഇല മാത്രമല്ല, എലിയും കായും മാത്രമല്ല, മുരിങ്ങപ്പൂവും പോഷക സമ്പുഷ്ടമാണ്. ദഹനശേഷിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ മുരിങ്ങപ്പൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇതും ചോറും ഒക്കെ കൂടെ കേട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മുരിങ്ങപ്പൂ തോരൻ.